ഹലോ ഗുഡ് മോർണിംഗ്. ഞാനാണ് നിങ്ങളുടെ കുട്ടി ചോപ്ര. അപ്പം ഞാനിവിടെ എവിടെയാ ശ്രീനഗറിൽ ധർമ്മശാലയിൽ ഞങ്ങൾ റൂം എടുത്ത് ഞാൻ അവിടെ കിടന്നുറങ്ങി. ധർമ്മശാലയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രാവിലെ ആയി കഴിഞ്ഞാൽ നല്ല പിന്നെ കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ധർമ്മശാലയിൽ ഇതാ രാവിലെ തന്നെ നല്ല കിടിലം വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നല്ലൊരു എന്താ പറയുക, നിങ്ങൾ കണ്ടു നോക്കി നോക്കും, നല്ല സൂപ്പർ. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടും കേട്ടോ. ആൾക്കാരൊന്നും തീറ്റ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കുരുകുരുകുരുകുരാന്നനെ എന്താ പറയുക, ഒരു 10,000-2000 മുകളുണ്ടാവും. കണക്കൊന്നും എടുക്കാൻ പറ്റും, അതിനും കൂടുതലുണ്ട്. ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആവാറായി. മാർക്കറ്റൊക്കെ ഓപ്പൺ ആവുന്നുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പിന്നെ ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. ഇതാണ് കേട്ടോ ടൗൺ. ഞാൻ ജസ്റ്റ് മോളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വൃത്തിയിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളിൽ കയറി എടുത്തന്നാണ്. ഇത് രാത്രി ഇങ്ങനെയല്ല, രാത്രി എന്താ പറയുക, ഫുള്ള് ലൈറ്റ് സെറ്റപ്പ്. ഇതേ ആ കാണുന്ന ഇത് കണ്ടോ, ആ ക്ലോക്ക്, അപ്പോൾ അതൊക്കെ രാത്രി ഇങ്ങനെ ഭയങ്കര ലൈറ്റ് സെറ്റപ്പ് ആയിരിക്കും. പിന്നെ ഇതാ ഈ ഒരു ബിൽഡിങ്, അതേപോലെ അപ്പുറത്ത് കാണുന്ന വേറെ ബിൽഡിങ്, ഇതൊക്കെ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് ഒരു ഒത്തിരി ഭംഗിയായിരിക്കും കാണാൻ. നല്ല രാത്രി നല്ല ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാർ അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക. പിന്നെന്താ കുറേ നല്ല ലോക്കൽ മാർക്കറ്റുകൾ. അപ്പോൾ ഇതെൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം. പിന്നെന്താ നല്ല തണുപ്പായിട്ടുണ്ട്. സെറ്റാക്കി എടുത്തിട്ട് തണുപ്പ് പോയി പോയി നമ്മുടെ റൂമത്തെ ഒരാളാണ്. ആള് ഇവിടെ എന്താ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് സെറ്റായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ല മറ്റേ സോളാർ ആയിട്ട് ഇതൊക്കെ ഒന്ന് തപ്പണം. കിട്ടി കഴിഞ്ഞ് ഉപകാരമാണ്. പോകുന്ന വഴിക്കൊക്കെ ചാർജ് ചെയ്യാനും അതിന് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തപ്പണം. ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്ത റൂം കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ശ്രീനഗറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിയായി. ഇത് ടൗണാണ്. ടൗണിൽ നിന്ന് പുറത്ത് എത്രയോ കിലോമീറ്റർ റൗണ്ടിൽ ടൗണാണ്. അപ്പോൾ ടൗണിൽ നിന്ന് പുറത്തേക്ക് ചേർന്ന് ഇറങ്ങി വിടണം. ഇറങ്ങാനുള്ള വഴി നോക്കട്ടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് നമ്മുടെ ധർമ്മശാലയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. അത് സ്ഥലത്ത് വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ സ്റ്റേ ചെയ്യാണെന്നുണ്ടെങ്കിൽ ധർമ്മശാലയ്ക്ക് വരണം കേട്ടോ. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ അവിടെ എന്താ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് ശ്രീനഗർ കേട്ടോ. ശ്രീനഗർ മാർക്കറ്റ്. ശ്രീനഗർ മാർക്കറ്റല്ല, ശ്രീനഗറിൽ ലാൽ ചോക്ക് മാർക്കറ്റാണ്. എവിടുന്നൊക്കെ വിസിലറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അപ്പോൾ ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നടക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു 2 കപ്പിൾസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ നമ്മുടെ വീഡിയോയിൽ വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നല്ല, ഡിലീറ്റ് ചെയ്യുക പ്ലീസ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ അതിനെന്താ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു തന്നു. നല്ല നല്ല അടിപൊളി പയ്യനാട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഒരു കൊക്കർ ബസാറുണ്ട്, നല്ല ചീപ്പ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അതൊന്നും തപ്പാൻ പോവാണ്. എന്താ പറഞ്ഞാൽ ഈ സോളാറിൻ്റെ പാനൽ അതും തപ്പി നടക്കണം, അതും ചാർജ് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ കൊക്കർ ബസാറിലേക്ക് പോട്ടെ. അപ്പോൾ ഈ കാണുന്നതാണ് കൊക്കർ ബസാർ. ഈ ഭാഗത്തേക്കാണ് ഫോണിൻ്റെ ഒക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് തപ്പി നോക്കട്ടെ, കിട്ടും അറിയില്ല. ഇതൊക്കെ ഇവിടെ രാവിലെ ആയതുകൊണ്ട് ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. നല്ല നല്ല റേറ്റ് കുറവുണ്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം. എന്തായാലും കയറി നോക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, ഞാൻ ധർമ്മശാലയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ റൂമിലുണ്ടായിരുന്ന ചേട്ടനാട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റോട്ടിൽ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ആൾ കേരളത്തിലേക്ക് പോകണമെന്ന് പറയുന്നത് അത് ഇതല്ല ഇറങ്ങട്ടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ മാർക്കറ്റ്. മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിവിടുന്ന് 2-3 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോകാനുള്ള പരിപാടിയാണ്.
അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒത്തിരി ഉണ്ട് കേട്ടോ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർഗൈൻ ചെയ്യണം. ചിലതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോക്കൽ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചീപ്പ് റേറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ചീപ്പ് റേറ്റാണ് വരുന്നത്. അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും, നല്ല വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാൽ ചോക്ക് ശ്രീനഗറിൽ. അപ്പോൾ ഇനി ഞാനിവിടുന്ന് ഇറങ്ങട്ടെ. ഇനി ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ ടൗണാണ്. ടൗണിൽ തൊട്ടപ്പുറത്തന്നെ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ടോ. നല്ല അടിപൊളി ടൗൺ കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ തണുപ്പാണ് മൊത്തം. ഞാൻ ശ്രീനഗറിന് കുറച്ച് പുറത്തത്തെ ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഡാൽ ഗേറ്റ് പറയും. ഇവിടുന്ന് ഞാനിനിപ്പോൾ പുൽവാമയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. പുൽവാമ പോയിട്ട് വേണം അവിടുന്ന് അടുത്ത ലൊക്കേഷൻ നോക്കി പോവാം. 29 കിലോമീറ്ററാണ് അവിടുന്ന് പുൽവാമയ്ക്ക്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൗൺ ആയതുകൊണ്ട് ലിഫ്റ്റ് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തായാലും നടക്കുന്നിടത്ത് നടക്കട്ടെ. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകൾ എവിടെ നോക്കിയാലും നല്ല ഫ്രൂട്ട്സുകളാണ്. ഇവിടുത്തെ ആപ്പിള് എന്താ പറയുക, ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ആപ്പിളുകളൊക്കെ എന്ത് മധുരം അറിയോ. രാവിലെ ഞാൻ ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ എന്ത് ടേസ്റ്റാണ്. ഞാൻ നടക്കട്ടെ കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കാനുള്ളത് വഴി നോക്കട്ടെ. ഇവിടെ നിന്ന് നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് കുക്ക് ചെയ്യാനോ അതിനൊന്നും പറ്റില്ല, കാരണം ടൗണാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നടക്കൂല. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കയറണം. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ റൈസ് വന്നിട്ടുണ്ട്. ഇവിടെ പറയൊന്നും വേണ്ട, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇതാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം. ഇതെന്താണെന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കഴിക്കട്ടെ. കൊള്ളാട്ടോ, ഇവിടെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കുക്കിങ്ങൊന്നും ഇവിടെ പറ്റാത്തതുകൊണ്ട് പുറത്ത് കഴിക്കാം. എന്താ അറിയില്ല, എന്തായിട്ടുണ്ട്. കഴിക്കട്ടെ. സമയം 1:30 രാവിലെ ഒന്നും കഴിച്ചില്ല. അതാ നമ്മുടെ അവിടെയൊക്കെ പുതിയ വണ്ടികൾ ഷോറൂമിലല്ലേ കിട്ടുക. ഇവിടെ എന്താ പറയുക, ഇവിടെ സാധാരണ ഷോപ്പുകളായിട്ട് ഉണ്ടാക്കിയിട്ട് അവരെന്നെ വിൽക്കുന്നു. അപ്പോൾ അത് പുതിയ പുതിയ വണ്ടികൾ, നല്ല നമ്മൾ ഷോറൂം കണ്ടീഷനിൽ ഇറക്കുന്ന പുത്ത വണ്ടികൾ, അത് ഇവിടെ എങ്ങനെയാണ് അവർ ഇറക്കുന്നത്. ഇവിടുത്തെ മിലിറ്ററി വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. നമുക്ക് ഇവിടെ നിറച്ചും പോലീസും മിലിറ്ററി കേട്ടോ. ഇവിടെ എന്തോ മരണമൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെന്തോ മരണമൊക്കെ നടന്നിട്ടുണ്ട്. മൊത്തം മിലിറ്ററിക്കാർ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ്, ഫയർഫോഴ്സ്, ഇതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. എന്താ അറിയില്ല, കാരണമൊന്നും അറിയില്ല. ഓരോ സംഭവമുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ഞാനൊന്ന് പതുക്കെ വിട്ടായി. ഇപ്പം ഞാൻ ശ്രീനഗരം കഴിഞ്ഞിട്ട് പാരിംപൂരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം അവിടെ ശ്രീനഗറിലൊക്കെ കേട്ടോ, ശ്രീനഗറിൽ എനിക്ക് കുറച്ച് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും മിലിറ്ററിക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല നല്ല ഉയരത്തിലൊക്കെ നല്ല നല്ല വലിയ വലിയ മിലിറ്ററിക്കാർ, അത് വലിയ ഗണ്ണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നു. 4 സൈഡിൽ നിന്നും മറ്റേ മിലിറ്ററിക്കാരുടെ വണ്ടി, അതേപോലെ ആംബുലൻസ്, ഒന്നാമതാളെ മർഡർ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കിളി പോയി. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നടന്നിട്ട് കുറച്ച് മാറി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടോപ്പൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ പേടിയാണ്. പേടിക്കണം വേണ്ട കണ്ടടാ, പക്ഷേ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ പേടി വരും. ചെറിയൊരു പേടി എന്തായാലും വരും, ടെൻഷൻ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിയുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ കാശ്മീരിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ലിഫ്റ്റ് കിട്ടിയിട്ടോ. ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിൽ വന്നിട്ട് ഫസ്റ്റത്തെ ലിഫ്റ്റാണ്. പക്ഷേ ടൗൺ ആയതുകൊണ്ട് കൈ അടിക്കാൻ മതി, കാരണം ആൾക്കാർ തിരക്കിലായതുകൊണ്ട് വെളുപ്പ് വലിയ പേടിയാണ്. പക്ഷേ അപ്പോൾ അത് വെച്ച് അവിടെ പൈസ ഞാൻ കാണിച്ചു തരാം, വണ്ടിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
आपका नाम भैया? അദ്നാനാണ് പേര്. ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. എനിക്ക് കാശ്മീരിൽ വന്നിട്ട് എനിക്ക് ആദ്യം ലിഫ്റ്റ് വന്നാണ് കേട്ടോ. ഞാനിവിടെ ടൗൺ ആയതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് അധികം ചോദിച്ചില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടി ചോപ്ര वीडियो सुबह डालेगा. यहाँ से गाड़ी मिलेगी आपको, कहीं भी जाना है. ओके थैंक्स भैया. ठीक है भैया. ओके आधा പറഞ്ഞോടാ बाय. हाँ ठीक है. सब्सक्राइबर कितने हैं? 700 है भैया. 700 छोटा वाला चैनल है. 700. आपका नाम? आयाल. ओके बाय. आपका? मैं लोलप वाली. क्या नाम चैनल का? कुट्टी चोपरास. हाँ അപ്പോൾ ബസ് അവരാരും പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് കൊപ്വാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് 92 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ കൊപ്വാറയ്ക്ക്. അപ്പോൾ ലഗേജൊക്കെ ഞാൻ അതിനകത്ത് വയ്ക്കാം. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഇവിടെ കുപ്വാറയിൽ എത്തിയിട്ടുണ്ട്. കുപ്വാറയിലെത്തി എനിക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാനിങ്ങനെ നടന്നു വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ബായി. പിന്നെ ഇതാ എനിക്കൊരു കാവ എന്നിട്ട് ചായ, നമ്മുടെ നാട്ടിലത്തെ ചായയൊക്കെ പോലെ തന്നെ കേട്ടോ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വേറെ കുടിക്കുന്നു. നല്ലതാണ്, മധുരമൊക്കെ ഉണ്ട്. കൊള്ളാം. ഇതിപ്പോൾ രാത്രി ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ചെറിയൊരു ഇതാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അമ്പോന്ന് പറയാനുള്ളതൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ വരുന്ന പറ്റായതുകൊണ്ട് അവർ ചെയ്തു തന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാളെ പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.